ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അക്വേറിയം ബ്ലാക്ക് ഷാർക്കിന്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഐറ്റം ആണ് അക്വേറിയം ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേരിന് ഏകദേശം 80 രൂപയാണ് വില വരുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ അക്വേറിസ്റ്റുകൾക്കും വളരെ പരിചയമുള്ള ഒരു ഫിഷാണ് ഈ ഷാർക്ക് എന്ന് പറയുന്നത്. പൊതുവെ രണ്ട് കളറിലുള്ള ഷാർക്കുകളാണ് ഉള്ളത്. ഒന്ന് വൈറ്റും പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്കും ആണ്. പിന്നെ ഇതിന്റെ സൈഡുകളിലായിട്ട് നല്ല കൂർത്ത മുള്ളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇതിനെ ബ്ലാക്ക് ഷാർക്ക് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ പേര് ഇറിഡസെന്റ് ഷാർക്ക് എന്നാണ്. എന്തായാലും ഈ ഒരു ഷാർക്കിനെ പറ്റി ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. ജനപ്രിയ അക്വേറിയ മത്സ്യങ്ങളിൽ ഒന്നാണിവ. ഇറിഡസെന്റ് ഷാർക്ക് യഥാർത്ഥത്തിൽ ഒരു സ്രാവല്ല, മറിച്ച് പങ്കസിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു തരം ക്യാറ്റ് ഫിഷ് ആണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നദികളിൽ നിന്നുള്ള ഇവയെ സയാമീസ് ക്യാറ്റ് ഫിഷ് എന്ന് വിളിക്കാറുണ്ട്. ഇവയെ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ജനപ്രിയമായിട്ടുള്ള ഒരു മത്സ്യമാണ്. പേരിൽ ഷാർക്ക് ഉണ്ടെങ്കിലും ഇവയ്ക്ക് യഥാർത്ഥ സ്രാവുകളുമായി യാതൊരു ബന്ധവുമില്ല. ഇവയ്ക്ക് വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മെക്കോങ് നദിയിലും ചാവോഫ്രായ നദിയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. ചെറുപ്പത്തിൽ ഇവയ്ക്ക് ഒരു തിളങ്ങുന്ന ഇറിഡസെന്റ് നിറമുണ്ട്. അതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. വളർന്നു കഴിയുമ്പോൾ ഇവയ്ക്ക് 4 അടിയിലധികം നീളവും 100 പൗണ്ടിലധികം ഭാരവും വരാറുണ്ട്. തായ്ലാന്റ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ മെക്കോങ്, ചാവോഫ്രായ നദീതടങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഇവ ദേശാടന ജീവികളാണ്. വളരെ ദൂരം സഞ്ചരിക്കുകയും പലപ്പോഴും വലിയ കൂട്ടങ്ങളായി പാർക്കുകയും ചെയ്യുന്നു. സ്രാവിനെ പോലെയുള്ള രൂപമുള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ ഇവയെ ഷാർക്ക് എന്ന് വിളിക്കാൻ കാരണം. പ്രധാനമായും ഭക്ഷണത്തിനായി ഇവയെ വളർത്താറുണ്ട്. ഇവയ്ക്ക് അതിവേഗം വളരാനും 3 മുതൽ 4 അടി വരെ വലിപ്പം വെക്കാനും സാധിക്കും. അതിനാൽ വളരെ വലിപ്പമേറിയ അക്വേറിയങ്ങൾ ഇവയ്ക്ക് ആവശ്യമാണ്. ഇവ കൂട്ടമായി വളരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പേടി സ്വഭാവമുള്ളതിനാൽ അക്വേറിയത്തിൽ പെട്ടെന്ന് അസ്വസ്ഥരാകാം. ഇവർ സർവ്വഭുക്കുകളാണ്. പല്ലറ്റുകൾ, മറ്റു ചെറു മത്സ്യങ്ങൾ, സസ്യങ്ങൾ എന്നിവ ഇവർ ആഹാരമാക്കാറുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇവയെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നു. ഇണചേരാൻ പ്രായമാകുമ്പോൾ ഇവ 3 മുതൽ 4 അടി വരെ നീളത്തിൽ വളരുന്നു. അതിനാൽ വലിയ കുളങ്ങളോ കൂറ്റൻ ടാങ്കുകളോ ആവശ്യമാണ്. പ്രകൃതിയിൽ മഴക്കാലത്ത് ഒഴുക്കുള്ള നദികളിൽ, മണലിലോ പാറക്കെട്ടുകളിലോ ആണ് ഇവ മുട്ടയിടുന്നത്. ഇവ മുട്ടയിടുന്നുവെങ്കിലും പ്രകൃതിദത്തമായ സാഹചര്യങ്ങളിൽ ഇവയുടെ മുട്ടകൾ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ്. ഇറിഡസെന്റ് ഷാർക്കുകൾ ഒരു പ്രാവശ്യം ആയിരങ്ങൾ മുതൽ ലക്ഷക്കണക്കിന് മുട്ടകൾ വരെ ഇടാറുണ്ട്. ഇവർ സ്വാഭാവികമായി നദികളിൽ പ്രജനനം നടത്തുന്ന മത്സ്യങ്ങളാണ്. വളരെയധികം മുട്ടകൾ ഇടുമെങ്കിലും അക്വേറിയത്തിൽ ഇവ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കുക, ഹോർമോൺ കുത്തിവെപ്പിലൂടെ വാണിജ്യ ഫാമുകളിൽ മാത്രമാണ് ഇവയുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അക്വേറിയത്തിൽ അലങ്കാര മത്സ്യമായി വളർത്തുമെങ്കിലും ഇവയുടെ പ്രജനനം വീട്ടിൽ സാധ്യമല്ല. ഇറിഡസെന്റ് ഷാർക്ക് മത്സ്യങ്ങളിൽ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയുന്നത് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ്. പ്രായപൂർത്തിയായ പെൺമത്സ്യങ്ങൾ വലുതും തടിച്ച വയറോട് കൂടിയവയുമായിരിക്കും. എന്നാൽ ആൺമത്സ്യങ്ങൾ പെൺമത്സ്യങ്ങളെക്കാൾ ചെറുതും വണ്ണം കുറഞ്ഞതും കൂടുതൽ ഭംഗിയുള്ളവയുമായിരിക്കും. ഇനി ഇറിഡസെന്റ് ഷാർക്കിന് ആവശ്യമായ ജല പാരാമീറ്ററുകളെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. ഇവരുടെ ജല താപനില എന്ന് പറയുന്നത് ഏകദേശം 22 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഇവർ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ശുദ്ധജല മത്സ്യമായതിനാൽ ചൂടുള്ള വെള്ളമാണ് ഇവയ്ക്ക് ആവശ്യം. അതേപോലെ തന്നെ ഇവരുടെ ജലത്തിന്റെ pH നില എന്ന് പറയുന്നത് 6.5 മുതൽ 7.5 വരെയാണ്. താപനിലയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇവയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കാം. അതിനാൽ സ്ഥിരമായ താപനില നിലനിർത്താൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ കാലാവസ്ഥയിൽ ഇവയ്ക്ക് പ്രത്യേക ഹീറ്റർ ആവശ്യമില്ല. കാരണം ഇവിടുത്തെ അന്തരീക്ഷ താപനില മിക്കവാറും ഈ പരിധിയിലാണ്. ഇനി ഇവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടാങ്ക് മേറ്റ്സ് എന്ന് പറയുന്നത് സിൽവർ ഡോളറിനെ ഇവരുടെ കൂട്ടത്തിൽ ഇടാനായി സാധിക്കും. പിന്നെ ബാർബ് ഐറ്റങ്ങളെ ഇവരുടെ കൂടെ കണക്കാക്കാം. അത്യാവശ്യം വലുപ്പമേറിയ സമാധാനപരമായ മറ്റു മത്സ്യങ്ങളെ ഇവരുടെ കൂടെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇവരുടെ വർഗത്തിൽപ്പെട്ട മറ്റ് ക്യാറ്റ് ഫിഷുകളെ ഇവരുടെ കൂടെ ഇടാനായി സാധിക്കുന്നതാണ്. പിന്നെ അരോണയും ഓസ്കാറിനെയും ഇവരുടെ ടാങ്ക് മേറ്റായി കണക്കാക്കാം. അതുപോലെ തന്നെ പാരറ്റ് ഫിഷുകളെയും ഇവരുടെ കൂടെ വളർത്താനായി സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടീനേജ് മത്സ്യങ്ങളെ, അതായത് വളരെ ചെറിയ മത്സ്യങ്ങളെ ഇവരുടെ കൂടെ ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇവർ അത്തരം ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ചെറിയ മത്സ്യങ്ങളെ ഇവരുടെ കൂടെ ഇടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഇറിഡസെന്റ് ഷാർക്കിനെ കേരളത്തിൽ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് നോക്കാം. കേരളത്തിൽ ഇവയെ പൊതുവെ ആസാം വാള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആസാം വാള എന്ന് മാത്രമല്ല, മലേഷ്യൻ വാള, പങ്കസിയസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ വളരുന്ന കേരളത്തിൽ പ്രചാരമുള്ള ഒരു ശുദ്ധജല മത്സ്യമാണിവ. 8 മുതൽ 10 മാസം കൊണ്ട് ഏകദേശം 2 മുതൽ 2.5 കിലോ വരെ വളരുന്ന ഇവ ചെറിയ കുളങ്ങളിലും പടുതാക്കുളങ്ങളിലും വളർത്താൻ അനുയോജ്യമാണ്. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നതിനാൽ കുറഞ്ഞ ഓക്സിജൻ നിരക്കിലും ഇവ അതിജീവിക്കുന്നു. വളരെ പെട്ടെന്ന് വളരുന്നതിനാൽ 8 മുതൽ 10 മാസത്തിനുള്ളിൽ ഇവയെ വിളവെടുക്കാനായി സാധിക്കും. സർവ്വഭുക്കുകളായ ഇവ അടുക്കളയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ
അവശിഷ്ടങ്ങൾ മുതൽ പല്ലറ്റ് തീറ്റകൾ വരെ കഴിക്കുന്നു. താഴ്ന്ന ഓക്സിജൻ നിലയെ അതിജീവിക്കാനും പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കാനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മുള്ളുകൾ കുറവായതിനാൽ ഭക്ഷണാവശ്യത്തിന് പ്രിയങ്കരമാണ്. ഇറിഡസെന്റ് ഷാർക്ക് അഥവാ ആസാം വാള എന്നു കൂടി അറിയപ്പെടുന്ന ഇവ തുടക്കക്കാർക്ക് വളർത്താൻ അത്ര അനുയോജ്യമല്ലാത്ത മത്സ്യമാണ്. കാരണം 3 മുതൽ 4 അടി വരെ വളരുന്ന ഇവയ്ക്ക് വളരെ വലിയ അക്വേറിയം ആവശ്യമാണ്. തുടക്കത്തിൽ ചെറുതാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇവ 3 മുതൽ 4 അടി വരെ എത്താം. അതിനാൽ തുടക്കത്തിലെ വലിയ ടാങ്ക് വേണം. പേടി സ്വഭാവം കാരണം ടാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളോ വെളിച്ചമോ ഒഴിവാക്കുക. അതേപോലെ തന്നെ ചെറിയ ടാങ്കുകളിൽ ഇവയെ വളർത്തുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവയുടെ വളർച്ച മുരടിക്കുകയും പെട്ടെന്ന് ചത്തുപോകുകയും ചെയ്യും. ഇനി ഇവരെ വളർത്തുന്ന ടാങ്കിൽ പ്ലാന്റുകളൊന്നും വെച്ച് പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവർ ടാങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നതിനാൽ പ്ലാന്റുകളൊക്കെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇറിഡസെന്റ് ഷാർക്കിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.